തമിഴിൽ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു മലയാളി എന്ന നിലയ്ക്ക് വളരെയധികം റെലവൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസിനെ പറ്റിയാണ് എനിക്കിന്ന് സംസാരിക്കാനുള്ളത്. ഉദയംപേരൂർ CPM നടക്കാവ് ഓഫീസിൽ കഴിഞ്ഞ വ്യാഴാഴ്ച തേരേക്കര പങ്കജാക്ഷൻ എന്ന CPM CITU ഉയർന്ന നേതാവ് CPM-കാരൻ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഈ വാർത്ത ഞാൻ ഷെയർ ചെയ്യാൻ 2 ദിവസം എടുത്തത് ഞാൻ സത്യത്തിൽ വൈകിയാണ് വാർത്ത അറിഞ്ഞത്. പക്ഷേ എന്തായാലും നന്നായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 2 ദിവസത്തിനിടയിൽ ഈ അധികം വാർത്താ പ്രാധാന്യമുള്ള കാര്യം അല്ലാണ്ട് മതം ജാതി വിഷയങ്ങളെപ്പറ്റി ഈ അടുത്ത് പള്ളുരുത്തിയിൽ സ്കൂളിൽ തട്ടവിട്ട് കയറിയ കുട്ടിയുടെ വാദം, തട്ടവിട്ട് കയറണോ തട്ടമിടാണ്ട് കയറണോ, ഇതെല്ലാം ഘോരഘോരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വിഴുങ്ങിയിരിക്കുകയാണ്. ഈ വാർത്ത ഞാൻ കണ്ട തമ്മിൽ ഇന്നലത്തെ മാതൃഭൂമി പത്രത്തിൽ 2-ാമത്തെ 3-ാമത്തെ പേജിൽ താഴത്തെ 2 കോളത്തിൽ മാത്രം ഒതുങ്ങിയ കാര്യമാണ്. എന്നാൽ കുറ്റവാളികൾ കൃത്യമായിട്ട് ഇതിനെപ്പറ്റി ബോധവാന്മാരാണ്. CPM പാർട്ടി അണികൾ വീട് തോറും കയറി മറ്റേ കോൺഗ്രസിൻ്റെ എറണാകുളത്ത് മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന അഴിമതിയെ പറ്റിയൊക്കെ മറ്റേ വില കൂടിയ പേപ്പറിൽ നോട്ടീസോ സർക്കുലറോ എന്തൊക്കെയോ അടിച്ചിറക്കി വീട് തോറും കൊടുത്തുവിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ കുറച്ച് മുമ്പ് TV വെച്ച് നോക്കിയപ്പോൾ ഏഷ്യാനെറ്റ് പ്ലസിൽ നമ്മുടെ പഴയ അറബിക്കഥ എന്നുള്ള സിനിമയാണ്, ഒരു പാർട്ടിപ്പടം എന്ന് തന്നെ പറയാം. അപ്പോൾ എങ്ങാനും വാർത്ത കുത്തിപ്പൊങ്ങി വന്നാൽ പ്രതിരോധിക്കാനുള്ള നടപടികളൊക്കെ അവരെന്തായാലും തുടങ്ങിയിട്ടുണ്ട്. മാതൃഭൂമി പത്രത്തിൽ വന്നേക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച രാവിലെ തേരേക്കര പങ്കജാക്ഷനെ തൂങ്ങി മരിച്ച നിലയിൽ നടക്കാവ് പാർട്ടി ഓഫീസിൽ കണ്ടെത്തി എന്നാണ്. പക്ഷേ ഇതൊരു ആത്മഹത്യ ആണെന്ന് വിശ്വസിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CPM ഇന്ന് കേരളം ഭരിക്കുന്ന പാർട്ടിയാണ്. അവരുടെ ഒരു നടക്കാവ് ഓഫീസ് അത്യാവശ്യം പ്രധാനപ്പെട്ട ഒരു ശാഖ ഓഫീസാണ്. ഇപ്പോൾ ഏതൊരു ഓഫീസ് പോലെയും അത് ഫങ്ഷനിങ് ആയിരിക്കും. ആൾ കയറി ഇറങ്ങുന്ന സ്ഥലമാണ്, പബ്ലിക്കാർ ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലമാണ്. അവിടെ ഒരാൾ ഒറ്റയ്ക്ക് ചെന്ന് വായനാമുറിയിൽ തൂങ്ങി മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും വിശ്വസനീയമായ കാര്യമല്ല. അവർ പറയുന്നത് ഇദ്ദേഹത്തിന് തേരേക്കര പങ്കജാക്ഷന് കനത്ത സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ബാസുര CPM തൃപ്പൂണിത്തുറ മുൻ ഏരിയ കമ്മിറ്റി അംഗമാണ്. മുളന്തുരുത്തി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. CITU മത്സ്യത്തൊഴിലാളി മഹിളാ അസോസിയേഷൻ അംഗം ആണ്. ഇദ്ദേഹത്തിൻ്റെ മക്കൾ ശ്രീലാൽ, ഹരിലാൽ എല്ലാവരും CPM ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരാണ്. ഇദ്ദേഹം ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ്. അദ്ദേഹം CPM ഉദയംപേരൂർ നോർത്ത് മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. CITU മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗമാണ്. മുൻ ജില്ലാ കമ്മിറ്റി അംഗം, ഏരിയ കമ്മിറ്റി അംഗം ആയിരുന്നു. പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിന് സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായി, അതുകൊണ്ട് തൂങ്ങി മരിച്ചു. ഇദ്ദേഹത്തിൻ്റെ വീടൊക്കെ ജപ്തി ആയിരുന്നു എന്നാണ് പറയുന്നത്. വീടൊക്കെ നഷ്ടപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ശരി, ആത്മഹത്യയാണെന്ന് തന്നെ വയ്ക്കാം. ഇന്നസെന്റ് അണ്ടിൽ പ്രൂവൺ അതർവൈസ് എന്നാണല്ലോ. എന്നാൽ ഞാനും പറയാം, ആത്മഹത്യയാണെന്ന് വെച്ചോ. ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തിരഞ്ഞെടുത്ത സ്ഥലം അത് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ഓഫീസാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമല്ലേ. ഞാൻ സാധാരണ അന്താരാഷ്ട്ര തലത്തിലുള്ള വാർത്തകളൊക്കെയാണ് ഷെയർ ചെയ്യാറുള്ളത്. ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കാറുണ്ട്, ഇംഗ്ലീഷിലും മലയാളത്തിൽ മിക്സ് ചെയ്ത് സംസാരിക്കാറുണ്ട്. എൻ്റെ ഒരു ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. സാധാരണ ഇങ്ങനെ രാഷ്ട്രീയപരമായ നാഷണൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാറില്ല. പക്ഷേ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ തൃപ്പൂണിത്തുറ ഏരിയ കമ്മിറ്റി അംഗമൊക്കെ ആയിരുന്ന ആളാണ്. ഇദ്ദേഹം മുളന്തുരുത്തിയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. എറണാകുളത്ത്, ഞാൻ എറണാകുളംകാരനാണ്. അപ്പോൾ ഇതിനെപ്പറ്റി സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സാക്ഷി എന്നോട് ചോദിക്കും. എറണാകുളത്ത് CPM-ആയിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയത്തിൽ പല പ്രധാനപ്പെട്ട കരുനീക്കങ്ങളും ഈ അടുത്ത് നടന്നു വന്നിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി ഓപ്പറേഷൻ ലോട്ടസ് എന്ന പേരിൽ ഒരു വലിയ രാഷ്ട്രീയ നീക്കം കുറച്ച് നാളായിട്ട് നടത്തുന്നതായിട്ട് പലയിടത്തും പല മീഡിയാസിലും പറഞ്ഞു പോകുന്നത് കേൾക്കാറുണ്ട്. ഇന്നലെ എറണാകുളത്ത് ചമ്പക്കരയിൽ റെസിഡൻസ് അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു കൂട്ടം ആൾക്കാർ
BJP-യിൽ ചേർന്നതായി ഒരു വാർത്ത കണ്ടിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു ആഴ്ചയായിട്ട് വലിയ എന്തൊക്കെയോ നീക്കങ്ങൾ നടക്കാറുണ്ട്. ആ ഒരു സാഹചര്യവും ഇതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇതിൽ സംസ്ഥാന സർക്കാരിൽ പ്രധാനപ്പെട്ട പൊസിഷനിൽ നിൽക്കുന്ന പലർക്കും നല്ല കൈയുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടപടിയെടുക്കേണ്ടത് വിജിലൻസ് ആണ്. ചില കേസുകളിൽ ഹൈക്കോടതിയോ സുപ്രീം കോടതിയൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ സിയോ മോട്ടോ പെറ്റീഷൻ എടുത്ത് നടപടി സ്വീകരിക്കാമെന്ന് കേട്ടിട്ടുണ്ട്. ലോകായുക്ത, ലോക്പാൽ പോലെയുള്ള സംവിധാനങ്ങൾക്ക് നടപടി ഇനീഷ്യേറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ അവർക്ക് അത് എൻഫോഴ്സ് ചെയ്യാൻ അധികാരമില്ല. പക്ഷെ അവർക്കും നടപടി ഇനീഷ്യേറ്റ് ചെയ്യാവുന്നതാണ് എന്നുള്ളതുകൊണ്ട് അത് പറഞ്ഞതേ. പിന്നെ കേന്ദ്ര സർക്കാർ എന്തായാലും ബന്ധപ്പെട്ട അതോറിറ്റീസ് ഇതായിട്ട് തക്ക നടപടി സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു.